ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതോടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവറാണ് കേട്ടോ. അത് നമുക്ക് ബൊക്കെയ്ക്കും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കളർ പേപ്പർ അല്ലെങ്കിൽ എ4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്യുക. ഇഷ്ടമുള്ള അളവിലൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എല്ലാ സൈഡും 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി എടുക്കണം. ശരിക്കും അതിൻ്റെ 2 ഭാഗവും മുട്ടണം കേട്ടോ. ഒരേ അളവായിരിക്കണം ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. കണ്ണൻ്റെ ഒരേ അളവായി വരുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് നന്നായി അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ വീണ്ടും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കി മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡിലും കുഞ്ഞ് ട്രയാങ്കിളാക്കി മടക്കാം. ഓക്കെ, ഇതുപോലെ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തെടുത്താലോ, നമ്മൾ വീണ്ടും എടുത്ത ഭാഗം ഒന്ന് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏരോ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പം അതാണ് വേണ്ടത്. ഇനി നമുക്ക് അപ്പുറത്തേയും കൂടി ഇതാക്കിയെടുക്കാം. ഓക്കെ, നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. സ്കൂളിൽ വല്ല ഫെസ്റ്റിവൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ പൂവൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ചെറിയ ട്രയാങ്കിളാക്കി എടുക്കണം. എല്ലാതും ഇങ്ങനെ ട്രയാങ്കിളായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് രണ്ടും ഞാൻ ഇവിടെ ഫെവി ബോണ്ടാണ് കേട്ടോ ഒട്ടിക്കാൻ എടുക്കണം. നിങ്ങൾക്ക് ഫെവിക്കോളൊക്കെ എടുക്കാം. ഫെവി ബോണ്ട് വേഗം ഒട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ എടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ചെയ്തോ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ ഞാൻ പറയുന്നില്ല. ശരിക്കും ഞാൻ ഫെവി ബോണ്ടാണ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് പോട്ടോ. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ എതള് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനത്തെ നമുക്കിനി ഉണ്ടാക്കിയിട്ട് വരാം. ഇതുപോലത്തെ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 6 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് ഇതുപോലത്തെ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതൊക്കെ കൂടി ഇതുപോലെ ഒട്ടിച്ച് വെക്കാമെന്നുള്ളതാണ് കേട്ടോ. നമുക്ക് നല്ല മായി ഒട്ടണം. അതിനും കൂടിയാണ് ഞാൻ ഫെവി ബോണ്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലെ വെക്കാം കേട്ടോ. ഇതേ കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടോ. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി എല്ലാം ഒട്ടിക്കാട്ടോ ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കരമായിട്ടിത് ഒട്ടിപ്പിടിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നിട്ട് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലെ നമ്മുടെ പൂവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട സ്ട്രോ ആണ്. സ്ട്രോ ഇല്ലെങ്കിലും ഞാൻ സ്ട്രോ ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്ട്രോ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാനത് ഇടാം കേട്ടോ, സ്ട്രോ ഉണ്ടാക്കണ വീഡിയോ. ഓക്കെ, നമുക്ക് ഇതുപോലെ ഞാനൊരു 3 സൈഡാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിക്കാൻ വേണ്ടി സ്റ്റെമ്മാക്കി ഒട്ടിക്കാം. നിങ്ങൾക്ക് പച്ച കളറൊക്കെ അടിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ പച്ച കളർ അടിച്ചില്ല, കാരണം പിങ്കിന് വെയിറ്റ് മേച്ചല്ലോ വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ചു തരാം. നോക്കൂ, ഞാൻ ഇതുപോലത്തെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണം കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ടീച്ചർമാരുടെ ബർത്ത്ഡേ ഒക്കെ വന്നാലും സ്കൂളിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ വന്നാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്ട്രോ ഭയങ്കര വലുതാണ്. ഇനി നമുക്കതൊന്ന് മുറിച്ച് കളയണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ശ്രദ്ധിച്ച് ഒരേ അളവെടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.